എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുടെ മാനസികാവസ്ഥ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ തിരുസന്നിധി വരുമ്പോൾ എല്ലാം പരിഹരിക്കുന്നതിന് മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധമാണ് നമ്മുടെ സന്തോഷം. കർത്താവെ, ഞങ്ങൾ വ്യത്യസ്തങ്ങളായ ജീവിത ഭാരങ്ങളുമായിട്ടാണ് എഴുന്നേറ്റ് വരണത്. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അനേകമാണ്. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ കഴിവ് കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ ശരണം വെക്കുന്നത്. കർത്താവെ, നിന്നെ ശരണം വെക്കുന്ന അങ്ങയുടെ മക്കളോട് നീ കൃപ തോന്നണം. കർത്താവ്, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അത് നിൻ്റെ കൃപ കൊണ്ട് തന്നെയാണ്. നിൻ്റെ കൃപ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ പിതാവ് നിന്നിൽ പ്രസാദിച്ചതാണ് ഞങ്ങളുടെ കൃപയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ, നിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നാളിതുവരെ ഞങ്ങളെ സന്ധിച്ചതിന് നന്ദി പറയുന്നു. ഇനിയുള്ള ഈ ദിവസത്തിന് ദിവസം അതാതിൻ്റെയുള്ള ഉത്കണ്ഠകൾ മതിയെന്നങ്ങ് പറഞ്ഞപ്പോൾ ഇന്നത്തെ ഉത്കണ്ഠകൾ അങ്ങയുടെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയെ മുഖേന സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പലതരത്തിൽ ഉത്കണ്ഠകളുണ്ട്. തലമുടി കൊഴിഞ്ഞു പോകുന്നവർ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് അവരുടെ മുഖം അപ്പം തന്നെ മാറും. അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും അവർക്ക് അതെല്ലാം വലുതാണ്. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ എല്ലാ ദുഃഖങ്ങളും പീഡകളും ഞെരുക്കങ്ങളും ഉത്കണ്ഠകളും കർത്താവെ, നിൻ്റെ തിരുസന്നിധിയിൽ ഈ പ്രഭാതത്തെ സമർപ്പിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കിയത് നന്ദി പറയുന്നു. കർത്താവ്, നിൻ്റെ തിരുമുറിവാർന്ന വലതുകരം അങ്ങയുടെ മുമ്പിൽ നമ്മൾ ശിരസ്കരായി നിൽക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം കർത്താവെ നീ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത കൃപാസന അൾത്താരെ നടന്ന 10,000കണക്കിന് ആരാധന ശക്തിയാൽ ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിൽ നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നിൽക്കുന്ന എല്ലാ മക്കളും അടിപ്പിണർ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങളൊക്കെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കാരണങ്ങൾ ആവശ്യിക്കട്ടെ. കർത്താവിന് മുഴുക്കിടന്ന് ഒഴുകുന്ന വിശുദ്ധമായ രക്തം നിങ്ങളുടെ മേൽ തളിക്കപ്പെടട്ടെ. കർത്താവിന് തിരുവിലാവിൽ ഒഴുകുന്ന വിശുദ്ധമായ രക്തം നിങ്ങളുടെ മേൽ ചിന്തപ്പെടട്ടെ. ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിൽ സകലവിധ പാപങ്ങളും സകലവിധ ഭാരങ്ങളും യേശുക്രിസ്തു നാമം നീങ്ങിപ്പോകട്ടെ. കർത്താവ്, അന്ധന് കാഴ്ച നൽകുവനെ, ക്ഷേടന് കേളി നൽകുവനെ, ഊമന് സംഭാഷണം നൽകുവനെ, മഹോരസപ്പെടുത്തവനെ, തവാരസപ്പെടുത്തവനെ, മരിച്ചു ഉയർപ്പിച്ചവനെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ യാത്രകളിലെല്ലാം കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികൾ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളെ ചെന്നെത്തുന്ന സ്ഥലങ്ങൾ, ഇടങ്ങൾ, സന്ദർശിക്കുന്ന കാര്യങ്ങൾ, സംസാരിക്കുന്ന സംഭാഷണ വിഷയങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നിറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് ഞങ്ങളെ കർത്താവ് വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവരെ ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ ആവശ്യിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വരെ നീക്കും. ആമേൻ.